Mesmerizing wedding collection. Tejaswini by Chungat Jewelry. Beautiful. മനസ്സിലുള്ളത് മെട്രോയിലുണ്ട്. ഇപ്പോൾ 50,000 സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിംഗ് പ്ലാസ അങ്കമാലി. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. ചാടിപ്പോയ കോഴിയെ പിടിക്കാൻ റോഡിൽ ഇറങ്ങി. അതിഥി തൊഴിലാളിയെ ഇടിക്കാതിരിക്കാൻ വെട്ടിച്ച ലോറി സ്വകാര്യ ബസ്സിലിടിച്ച് 6 പേർക്ക് പരിക്കേറ്റു. അപകടത്തിന് കാരണക്കാരായ കോഴിയെയും ഭായിയെയും ലോറി ഡ്രൈവറെയും കാണാതായി. അപകടങ്ങൾ അങ്ങനെയാണ്, അവിചാരിതമായി കടന്നുവരും. അപകടത്തിന് ശേഷം അശ്രദ്ധ, അശാസ്ത്രീയത, അമിതവേഗം, ജാഗ്രത കുറവ് തുടങ്ങിയ വിശകലനങ്ങളും ഉണ്ടാകും. ശനിയാഴ്ച രാവിലെ 6:30 MC റോഡിൽ ഒക്കൽ നമ്പിള്ളി ബസ് സ്റ്റോപ്പിന് സമീപമുണ്ടായ അപകടത്തെ ഇതിലെങ്ങനെ വിശകലനം ചെയ്യും എന്നറിയില്ല. സംഭവം നടന്നത് ഇങ്ങനെ. നമ്പിള്ളി ബസ് സ്റ്റോപ്പിലെ കോഴിക്കടയ്ക്ക് മുൻപിൽ നിർത്തിയിട്ട വണ്ടിയിൽ നിന്ന് കോഴികളെ ഇറക്കുന്നു. ഇതിനിടെ കുരുത്തം കെട്ട ഒരു കോഴി വണ്ടിയിൽ നിന്ന് ചാടി റോഡിലേക്ക് ഓടുന്നു. കോഴിയെ പിടിക്കാൻ കടയിലെ ഭായിയും റോഡിലേക്ക്. വാഹന തിരക്കേറിയ MC റോഡിൽ കോഴിയും ഭായിയും തമ്മിൽ മത്സരയോട്ടം. അങ്കമാലി ഭാഗത്തു നിന്ന് പെരുമ്പാവൂരിലേക്ക് പോവുകയായിരുന്ന നാഷണൽ പെർമിറ്റ് ലോറി തൊട്ടു മുൻപിൽ ഭായിയെ കണ്ട് സഡൻ ബ്രേക്ക് ഇട്ട് വലത്തോട്ട് വെട്ടിച്ചു. ലോറി ചെന്നു കയറിയത് പെരുമ്പാവൂരിൽ നിന്ന് അങ്കമാലിയിലേക്ക് ഈ ദിവസത്തെ ഫസ്റ്റ് ട്രിപ്പ് നടത്തുകയായിരുന്ന ഏഞ്ചൽ ബസ്സിന് മുൻപിലേക്ക്. ഒരു ഓട്ടോറിക്ഷയും അപകടത്തിൽപ്പെട്ടു. ബസ് ഉടമ KC വിക്ടർ ഇതേക്കുറിച്ച് പറയുന്നത് ഇങ്ങനെ. കോഴി ഇറക്കിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ പെരുമ്പാവൂർന്ന് അങ്കമാലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് രാവിലെ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കോഴി ഇറക്കിക്കൊണ്ടിരിക്കുന്ന കൂട്ടിൽ നിന്ന് ഒരു കോഴി പുറത്തേക്ക് ചാടി. ആ കോഴി പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ബായി വട്ടം ഓടിയപ്പോൾ അങ്കമാലിയിൽ നിന്ന് പെരുമ്പാവൂർക്ക് വന്ന ലോറി വെട്ടിച്ച് ഈ ബസ്സിലേക്ക് വന്ന് ഇടിക്കായി. പിന്നെ ഒരു വണ്ടിയുടെ പേര് 6 പേർക്ക് വരും. 3 ആള് സാഞ്ചോയിലും 2 ആള് രാജഗിരിയിലും 1 ആള് എല്ലത്തിലും സീരീസൊന്നും. ഡ്രൈവറിനെ നെറ്റി പൊട്ടിയിട്ടുണ്ട്. ആള് പട്ടയുടെ ആള് കെട്ടി വന്നപ്പോൾ കൂടെ വെച്ചാണ് നേരത്തെ നമ്മൾ എത്തിച്ചത്. അത് നല്ല സ്പീഡാണ്. ആ വണ്ടിയിൽ ഇറങ്ങി ഓടി. കഴിഞ്ഞ ആഴ്ച പെയിന്റിങ്ങും മോടി പിടിപ്പിക്കലും ടെസ്റ്റിങ്ങും ഒക്കെ കഴിഞ്ഞ് റോഡിലിറങ്ങിയ ഏഞ്ചൽ ബസ്സിന് കുറച്ചു ദിവസം കൂടി വർക്ക്ഷോപ്പിൽ കഴിയാം. അപകടത്തിൽ പരിക്കേറ്റ യാത്രക്കാർക്ക് ആശുപത്രികളിലും. ഫയർഫോഴ്സും കാലടി പെരുമ്പാവൂർ പോലീസും സ്ഥലത്ത് എത്തിയിരുന്നു. 1 മണിക്കൂറിലേറെ MC റോഡിൽ ഗതാഗത കുരുക്കുമുണ്ടായി. അപകടത്തെ തമാശയായി കാണുകയാണ് മൈൻഡ് ഓഫ് അങ്കമാലി എന്ന് ബഹുമാന്യരായ പ്രേക്ഷകർ ധരിക്കരുത്. ചാടിപ്പോയ കോഴിയേക്കാൾ വിലയുണ്ട് റോഡിലൂടെ കടന്നുപോകുന്ന യാത്രക്കാർക്ക് എന്ന് ഓർമ്മപ്പെടുത്തി എന്നു മാത്രം. MC റോഡിൽ ഏറ്റവും അധികം അപകടങ്ങൾ ഉണ്ടാകുന്ന ഭാഗമാണ് അങ്കമാലി, വേങ്ങൂരും കാലടി പാലത്തിനപ്പുറത്ത് ഒക്കൽ, കാരിക്കോട്, വല്ലം പ്രദേശവും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒക്കൽ ജംഗ്ഷനിലുണ്ടായ അപകടത്തിൽ ഒരാളും കാരിക്കോട് മറ്റൊരാളും മരണമടഞ്ഞിരുന്നു. അങ്കമാലി, കാലടി, പെരുമ്പാവൂർ പട്ടണങ്ങളിലെ ഗതാഗത കുരുക്കിൽ നിന്ന് പുറത്തുവരുന്ന വാഹനങ്ങൾ വേഗം കൂട്ടുന്ന ഭാഗങ്ങളാണിത്. റോഡ് നിർമ്മാണത്തിലെ അപാകതകളും ബന്ധപ്പെട്ട അധികാരികളുടെ അലംഭാവവുമെല്ലാം യാഥാർത്ഥ്യമെങ്കിലും അപകടം ക്ഷണിച്ചു വരുത്താതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചു മാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന് 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവല്ലേഴ്സ് അങ്കമാലി. ഇനി കണ്ണു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക്. ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, അങ്കമാലി.